പണ്ടൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ആലപ്പുഴ ബീച്ചിൽ ഇത്രയും അധികം ആൾക്കാരെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ക്ലാരിറ്റി അല്പം കുറവായിരിക്കും, കാര്യം രാത്രിയിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴയിൽ ഇത്രയും അധികം ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ സൺഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ടിക്കറ്റ് കിട്ടുമെന്ന് തന്നെ ഒരു സംശയമുണ്ട്, കാര്യം അതുപോലെ ക്യൂ ആണ് ടിക്കറ്റ് കൗണ്ടറിലുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വിധത്തിൽ ടിക്കറ്റൊക്കെ കിട്ടി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. അവിടെ ചെന്ന് ക്യൂ നിന്നിട്ട് നല്ല തിരക്കായതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ദേവദൂതന്മാരെ പോലെ 2 ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു അവർ ടിക്കറ്റ് എടുത്തതാണ്, പക്ഷേ അവർക്കിത് കാണാനുള്ള സമയമില്ല, പൈസ തരുവാണെങ്കിൽ ആ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടിക്കറ്റ് മേടിച്ചിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറിയത്. എന്തായാലും ഇതിനുള്ളിലേക്ക് വരുമ്പം ആദ്യം തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് സ്ഥലമാണ്. അതായത് ഒരു കാടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കുറേ മൃഗങ്ങളെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, ആ ഒരു കാണുന്ന മൃഗത്തിൻ്റെ കണ്ണും വായ വരെ അനങ്ങുന്നുണ്ട്. ആ ഒരു വായിൽ നിന്ന് ആ ഒരു മൃഗത്തിൻ്റേതായ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 120 രൂപയാണ്. 120 രൂപയ്ക്ക് എന്തായാലും മുതലാണ്. പക്ഷേ നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും ഈ ടിക്കറ്റ് കിട്ടാനായിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയോണ്ടാണ് ഇതൊന്ന് കയറി കാണാൻ കഴിഞ്ഞത്. അതെല്ലാം കണ്ടിട്ടേ നമ്മൾ അടുത്തത് പോകുന്നത് അണ്ടർ വാട്ടർ അക്വേറിയം ആ ഭാഗത്തേക്കാണ്. അതിൻ്റെ തിരക്കായി കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. മൊത്തം അക്വേറിയമാണ്. ഒരുപാട് കടലിലെ മീനുകളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മീനുകൾ വരെ ഇവിടെ ഉണ്ട്. എന്തായാലും നല്ല തിരക്കുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ. തിരക്കില്ലാത്ത സമയത്താണ് വരുന്നെങ്കിൽ അടിപൊളിയാണ്. എന്തായാലും ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഞങ്ങൾ വേറൊരു ദിവസം വന്നാൽ മതിയായിരുന്നു. ഇന്ന് ഈ സൺഡേയും കൂടെ ആയതുകൊണ്ട് ഈ ബീച്ചിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഭയങ്കര പാടാണ് കേട്ടോ ഇതിനകത്തോടെ നടക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് കാണാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടിക്ക് ഞാൻ വന്നത് തന്നെ. നമ്മൾ പലയിടത്തും ഈ ഒരു അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ഒരു അക്വേറിയത്തിൻ്റെ ഇതുപോലുള്ള സെറ്റപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളത്തിലൂടെ ഈ ഒരു സ്ക്യൂബ ഡൈവിങ് നടത്തുന്ന ആൾക്കാർ ഈ ഒരു അക്വേറിയത്തിനകത്തൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു സെറ്റപ്പൊക്കെ കാണുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. തല കീഴായി കിടന്ന് മറിഞ്ഞൊക്കെ കാണിക്കുന്നത് അതും ആ ഒരു അക്വേറിയത്തിൻ്റെ വീതിയേ ഉള്ളെന്നുള്ളതാണ്. അതിനകത്താണ് ഈ ഒരു ഓക്സിജനൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതിനകത്ത് കിടക്കുന്നത്. ഇത് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള പരിപാടികളെ ഞാൻ തിരുവല്ല വന്നപ്പോഴും ചെങ്ങന്നൂർ വന്നപ്പോഴും ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് മീനുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ ഒരാൾ അതിനകത്തുണ്ടായിരുന്നില്ല. അതേതായാലും കൊള്ളാം. ഞങ്ങൾ ഈ വന്നത് ഇതുപോലെ തിരക്കില്ലാത്ത ഒരു ദിവസം കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ വീഡിയോ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഈ ഒരു സെക്ഷൻ കണ്ടോ, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ മീനും വലിയ മീനുകളും എല്ലാം ഉണ്ട്. കളറുള്ള മീനെ, കളറില്ലാത്ത മീനെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനുകൾ, അങ്ങനെ ഒരുപാട് മീനുകൾ ഇതിനകത്തുണ്ട്. എന്തായാലും കാണാനൊക്കെ അടിപൊളി കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റ് വെട്ടമൊന്നുമില്ല. ഇതെല്ലാം അക്വേറിയത്തിനകത്ത് മാത്രമാണ് വെട്ടം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ. അല്ല പിന്നെ അതുപോലുള്ള ക്യാമറയൊക്കെ ആയിരിക്കണം. ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് ഈ ഒരു ക്ലാരിറ്റിയൊക്കെ കിട്ടത്തുള്ളൂ. ഇത് കുറച്ചുകൂടെ വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു മീൻ കൊള്ളാമല്ലേ. കറക്റ്റ് നമ്മളെ മുകളിൽ കൂടെ പറന്ന് പോകുന്ന രീതിയിലാണ് അത് പോകുന്നത്. ഇതാണ് നമ്മുടെ ബോൾ ഫിഷാന്ന് തോന്നുന്നു ഈ സാധനം. പക്ഷെ മറ്റേ മീനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ കറക്റ്റ് പറന്ന് പോകുന്ന ഒരു സെറ്റപ്പിൽ തന്നെയാണ്. നോക്കിയേ, കറക്റ്റ് ചിറകൊക്കെ വീശിയേ പറന്ന് പോകുന്ന ആ ഒരു സെറ്റപ്പാണ്. ഇത് സംഭവം എന്തോ തെരണ്ടിയാണോ എനിക്കറിയത്തില്ല. താഴെ അയക്കുന്ന മറ്റേ ബോൾ മീനാന്ന് തോന്നുന്നു. പക്ഷെ മുകളിൽ കണ്ടത് തെരണ്ടിയാണോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വലിയ മീനുകളുള്ള അക്വേറിയമാണ്.
ഈ ലൈറ്റിൻ്റെ സെറ്റപ്പ് കൊണ്ട് വീഡിയോ അങ്ങോട്ട് അത്ര നല്ലതായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്തായാലും കൊള്ളാം കേട്ടോ, വലിയ മീനാണ്. ഇതെന്തോ മീനാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും വലിയ മീനുകളാണ്. ഇതേ ഈ ഒരു സാധനം കണ്ടോ, ഇതെന്താ സംഭവം? കടൽ പാമ്പായിരിക്കുമോ? എനിക്കറിയത്തില്ല. കറക്റ്റ് പാമ്പിനെ പോലെ തന്നെയാണ് നീന്തുന്നതാണെങ്കിലും അതിൻ്റെ മുഖമാണെങ്കിലും കറക്റ്റ് പാമ്പിൻ്റെ ആ ഒരു ഷേപ്പുണ്ട്. അതും കൊള്ളാം കേട്ടോ. ഇവിടം കൊണ്ട് ഈ അക്വേറിയത്തിൻ്റെ സെക്ഷൻ തീരുവാണേ. അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ കയറേണ്ടത് അണ്ടർ വാട്ടർ അക്വേറിയത്തിലേക്കാണ്. ഇതാണ് അണ്ടർ വാട്ടർ അക്വേറിയം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കടലിനടിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് കടൽ മത്സ്യങ്ങളും കളറുള്ള മത്സ്യങ്ങളും ഒക്കെ ഇതിനുള്ളിലുണ്ട്. ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന്, ആ വെള്ളത്തിലൂടെ ആ ഒരു മനുഷ്യൻ ആ ഓക്സിജനൊക്കെ വെച്ച് പോകത്തില്ലേ, ആ ഒരു സാധനവും, പിന്നെ ഈ ഒരു സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റേ ആ ഒരു പാമ്പ് പോലത്തെ മീൻ പറഞ്ഞില്ലേ, അതും ഒരുപാട് ഇഷ്ടപ്പെട്ടു.
പിന്നെ മൂന്നാമത് ഇഷ്ടപ്പെട്ട ഒരു മീൻ അതെ ഇത് കേട്ടോ, ആ ഒരു റെഡ് കളറുള്ള മീൻ കണ്ടോ, എന്ത് രസമുണ്ട് കാണാനല്ലേ. അതുപോലെ ഒരെണ്ണത്തിനെ കിട്ടിയിരുന്ന വീട്ടിൽ അക്വേറിയത്തിൽ ഇടായിരുന്നു. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. മീൻ പിടിക്കൂ സമ്മാനം നേടൂ. പ്രായപരിധി 10 വയസ്സിന് താഴെ. 30 രൂപ ടിക്കറ്റ് എടുത്ത് കുട്ടികളെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കും. ഈ വെള്ളത്തിനകത്താണെങ്കിൽ കുറേ മീനുകൾ കിടപ്പുണ്ട്. അപ്പോൾ അവർക്കൊരു അരിപ്പയും കൂടെ കൊടുക്കും. എന്നിട്ട് ഈ അരിപ്പ വെച്ച് ഇവർ ഈ മീൻ പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല സമ്മാനങ്ങൾ കിട്ടും. ഇതിലിറങ്ങണമെങ്കിൽ 30 രൂപ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എന്തായാലും പിള്ളേർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറേ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ആ വെള്ളത്തിൽ കൂടി ഈ മീനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. കിട്ടാൻ ഭയങ്കര പാടാണ്. കൊച്ചു മീനുകളെയാണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും കുട്ടികൾക്കൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാകുമ്പോൾ ഈ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഈ ഭാഗത്ത് വലിയ കാഴ്ചകളൊന്നുമില്ല. പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു കട ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ നിൽക്കാം. പ്രത്യേകിച്ച് വേറെ ഒന്നും ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഈ ഷോപ്പിംഗ് സ്റ്റാളുകളാണ്. ഇവിടെ ഒരുപാട് പേര് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ കണ്ട് കേട്ട് പോകുന്നുമുണ്ട്. നമ്മളും കണ്ട് കേട്ടങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ കുറേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ചായക്കട അല്ലെങ്കിൽ ബജിക്കട, ഐസ്ക്രീം കട, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ബജിയൊക്കെ മേടിച്ച് ചായയൊക്കെ കുടിച്ച് പോകുന്നവരുമുണ്ട്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗെയിമാണ്. അതായത് ഇവിടെ ഒരു റിങ് തരും. 7 റിങ്ങിന് 50 രൂപയാണ്. നമ്മൾ റിങ് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിനകത്തേക്ക് ഇട്ട് അതിനകത്ത് വീഴുവാണെങ്കിൽ ആ സാധനം നമുക്ക് കിട്ടും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങളാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടം കൊണ്ട് തീരുവാണ്. എന്തായാലും കുട്ടികൾക്ക് കളിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലവും പിന്നെ അതുകൂടാതെ അപ്പുറത്ത് ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഈ ചെറിയ കുട്ടികൾക്ക് ഈ ബോട്ട് ഇങ്ങനെ ചവിട്ടിയോ കൈ കൊണ്ടോ അങ്ങോട്ട് തള്ളി നീക്കുന്ന ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 120 രൂപയ്ക്ക് ഇത് മുതലാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അത്ര ഇതല്ല. കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു പാമ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു മീനും പിന്നെ ആ ഒരു മനുഷ്യൻ അതിനകത്തൂടെ പോകുന്നതും പിന്നെ ആ ഒരു അണ്ടർ വാട്ടർ അക്വേറിയവും മാത്രമാണ്. എന്തായാലും 120 രൂപയ്ക്ക് എനിക്കത്ര മുതലായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്കിത് കാണാൻ താല്പര്യമുണ്ട് ആലപ്പുഴ ബീച്ച് വരെ പോവുക, കണ്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടോ, ഇതുപോലുള്ള പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 120 രൂപയ്ക്ക് എനിക്ക് മുതലായെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല.